ഗുഡ് മോർണിംഗ്, ഹാവ് എ നൈസ് ഡേ. അപ്പോൾ വെൽക്കം ബാക്ക് ടു ജിനു സബി വ്ലോഗ്. അപ്പോൾ ഞങ്ങൾക്ക് ഇന്ന് ഇത്തിരി സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഡേ ആട്ടോ. അപ്പോൾ നമ്മുടെ ഹാപ്പിനെസിൻ്റെ കൂടെ നിങ്ങളെയും കൂടെ കൂട്ടാമെന്ന് കരുതി. ഇന്നലെ കൊട്ടിയൂർ പോയി വന്നതുകൊണ്ട് തന്നെ നല്ല ക്ഷീണം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് ഇത്തിരി ലേറ്റ് ആയിട്ടാണ് എണീറ്റത്. പിന്നെ നബിയേട്ടനും പോകുന്നില്ല, അല്ലുവിന് ലീവ് ആണ്. അല്ലുവിന് ലീവ് ആക്കിയത് ഇത് കാരണമല്ല കേട്ടോ, ആൾക്ക് കുറച്ച് ദിവസമായിട്ട് വയ്യാന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലോ. അപ്പോൾ അതിൻ്റെ കുറച്ച് അങ്ങോട്ട് കംപ്ലീറ്റ് മാറിയിട്ടില്ല. പിന്നെ ഇപ്പോഴേ സ്കൂളിലേക്ക് വിടണ്ടെന്ന് കരുതി. ദേവ നല്ല ഉറക്കമാണ്. അപ്പം ഞാൻ മാത്രമേ എണീറ്റിട്ടുള്ളൂ. അബിയേട്ടൻ അപ്പുറത്തെ റൂമിലുണ്ട് എന്നാട്ടോ തോന്നുന്നു. എനിക്ക് ഓർമ്മയില്ല, ഇനി പുറത്തേക്ക് പോയോന്ന് ഞാൻ കണ്ടില്ല. അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് പത്തിരിയും കടലക്കറിയാണ്. അപ്പോൾ കടലക്കറിക്കുള്ളതൊക്കെ ആക്കി കുക്കറിലാക്കിയിട്ട് അപ്പുറത്തെ സൈഡ് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ പത്തിരിയിലേക്കുള്ള പണിയൊക്കെ നോക്കട്ടെ. അപ്പോൾ പത്തിരി ആകുമ്പോൾ ഉണ്ടാക്കി വെച്ച് ടേബിളിൻ്റെ മേലെ കൊണ്ടുവച്ചാൽ ആവശ്യമുള്ളപ്പോൾ വേണ്ടവരെടുത്ത് കഴിച്ചോളും. മറ്റേ പൂരി ദോശയൊക്കെ ആണെങ്കിൽ അപ്പം ഉണ്ടാക്കി കൊടുക്കാറാട്ടോ പതിവ്. ഫസ്റ്റ് ടൈമൊക്കെ ഈ പത്തിരി ചുടുമ്പോൾ വൻ കോമഡി കാര്യങ്ങളൊക്കെ ആയിരിക്കും കേട്ടോ എൻ്റെ ഈ അടുക്കളയിൽ നടന്നിട്ടുണ്ടാവും. എന്തായാലും ആ കഥകളൊക്കെ നമുക്ക് പിന്നെ പറയാം. ഇന്നിപ്പോൾ ഞാൻ പറയുന്നത് വേറൊരു കഥയാണ്. നമുക്കൊരു ഹാപ്പിനെസ് ഉള്ള ദിവസമാണെന്ന് ഇന്ന് പറഞ്ഞല്ലോ. വേറെ ഒന്നല്ല കേട്ടോ, നമ്മളൊരു വണ്ടി കൂടെ എടുക്കാൻ പോകുന്നുണ്ട്. ഞങ്ങളെ സംബന്ധിച്ച് അത് ഒത്തിരി സന്തോഷമുള്ള ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് അബിയായിട്ട് ഈ വണ്ടി ഫീൽഡിലും കൂടെ നിൽക്കുമ്പോൾ നമുക്കത് സോഴ്സ് ഓഫ് ഇൻകം കൂടി ആയതുകൊണ്ട് ഇരട്ടി മധുരം തന്നെ പറയാം കേട്ടോ. അപ്പോൾ ഇന്നാണ് നമ്മുടെ കാറിൻ്റെ ഡെലിവറി ഡേ പറഞ്ഞത്. ഈവനിങ് ഒരു 3:34 ഒക്കെ ആകുമ്പോഴേക്കും അവിടേക്ക് എത്താനാണ് പറഞ്ഞത്. നമ്മൾ ഫറൂഖുള്ള ഷോറൂമിൽ നിന്നാട്ടോ എടുക്കുന്നത്. അപ്പോൾ ഇവിടുന്ന് മാളിക്കടന്ന് ഫറൂഖിലേക്ക് കുറച്ച് ഉണ്ട് പോകാൻ. അപ്പോൾ ഞങ്ങൾ ഒരു 2:45 ആകുമ്പോഴേക്കും ഇറങ്ങാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോഴേക്കും ബാക്കി പണികളൊക്കെ തീർത്ത് വെച്ചാൽ പിന്നെ വലിയ ബുദ്ധിമുട്ടില്ലല്ലോ. പിന്നെ കൊട്ടിയൂരിൽ നിന്ന് കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ കുറച്ച് പണികളും കാര്യങ്ങളും ബാക്കി ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ സെറ്റാക്കി വെച്ചതിന് ശേഷം ഞാൻ വേഗം ലഞ്ചിനുള്ള പണിയിലേക്കൊക്കെ കിടന്നു. അപ്പോൾ പേരറിയാത്ത ഏതൊരു മീനാണ് ഇന്ന് കിട്ടിയത്. ഞാൻ വേറൊരു മീനാണെന്ന് കരുതിയിട്ടാണ് ഇത് വാങ്ങിയത്. പക്ഷേ മുറിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഞാൻ വിചാരിച്ച സാധനം ഇതും തമ്മിൽ യാതൊരു ബന്ധമില്ലെന്ന് എനിക്ക് മനസ്സിലായത്. പതിവ് പോലെ മീൻ മുറിക്കാനായിട്ട് തട്ടകത്തൊക്കെ കയറി ഇരുന്നെങ്കിലും ഇരുന്ന് മുറിച്ചാൽ ഇത് നടപടിയാവില്ലെന്ന് മനസ്സിലായതുകൊണ്ട് തന്നെ പിന്നെ ഞാൻ നിന്ന് മുറിക്കാൻ തീരുമാനിച്ചേ. എന്നിട്ടും പ്രത്യേകിച്ച് ഉപകാരമൊന്നും ഇല്ലായിരുന്നു. ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ ഇതൊന്ന് ഫിനിഷിംഗ് പോയിന്റിൽ എത്തി കിട്ടിയത്. അങ്ങനെ കഴിഞ്ഞു ഗൈസ്. ഇത്രയും അതിൻ്റെ തൊലി അത് കണ്ടോ, പകുതി മീൻ ഇതിൻ്റെ അകത്ത് തന്നെ ഉണ്ട്. ഇത്രയും വൃത്തിയിട്ട് മീൻ ഞാൻ കണ്ടില്ല. ഇനി ഇത് വാങ്ങൂലേ. ഇപ്പം ഇത്രയും ടാസ്കുള്ളൊരു മീൻ ഈ അടുത്തൊന്നും ഞാൻ മുറിച്ചില്ല കേട്ടോ. ഇതിൻ്റെ ഇവിടെയൊക്കെ ഇനിയുണ്ട് തൊലി. ഇനി എനിക്ക് തോന്നുന്നു ഇത് ഇങ്ങനെ അങ്ങോട്ട് എടുക്കേണ്ട മീനായിരുന്നു എന്നാണ് തോന്നുന്നത്. അപ്പം ഇതിന് തോല് വേണ്ടേ. പക്ഷെ ഞാൻ വിചാരിച്ച സാധനമല്ല കേട്ടോ ഇത്. ഞാൻ വിചാരിച്ചത് ഈ എൻഡിൽ ഇങ്ങനെ ഒരു കട്ടി ഉണ്ടാവും, അത് ജസ്റ്റ് നമ്മളിങ്ങനെ ആക്കിയിട്ട് എടുക്കുക, അത്രയേ ഉള്ളിരുന്നു പണി. ഇനി ഞാൻ വിചാരിച്ച കാറ്റഗറി അല്ല തോന്നുന്നത്, ഇത് വേറെ ഏതോ ആണ്. എന്തായാലും നോക്കാം. തോലെങ്കിൽ തോല് എല്ലാം. പക്ഷേ അത്രയും തോല് പോയി കഴിഞ്ഞാൽ പിന്നെ അതിൽ എന്താ ഉണ്ടാവുക? ഒന്നും ഉണ്ടാവില്ലല്ലോ. കണ്ടോ, പിന്നെ തോല് വരുന്നുണ്ടോ? അതാ വരുന്നത്. മീൻകറി അല്ലാണ്ട് പച്ചക്കറി വെക്കുന്നവർക്ക് നല്ലതെന്ന് എനിക്ക് തോന്നുന്നത്. എന്നാലിത് ഏതാ മീൻ? എന്തായാലും നമുക്ക് പൊയ്ക്കാം. ബാക്കി തോലിനി കിട്ടുന്നവർ പോകട്ടെ. മീനിൻ്റെ ചന്ത നോക്കി എന്നാൽ വിചാരിച്ച സമയത്ത് ഇറങ്ങാൻ പറ്റില്ലെന്ന് മനസ്സിലായതുകൊണ്ട് തന്നെ കാര്യങ്ങളൊക്കെ വേഗം ഫാസ്റ്റ് ആക്കാൻ പറഞ്ഞിട്ട് അബിയുടെ ഒരു പോക്ക് പോയിട്ട്. അപ്പോൾ അബിയുടെ തിരിച്ച് വരുമ്പോഴേക്കും ബാക്കി കാര്യങ്ങളൊക്കെ എനിക്ക് സെറ്റാക്കി വെക്കാനുള്ളതാണ്. അങ്ങനെ കറിയൊക്കെ വേഗം ആക്കി വെച്ച് മീൻ പൊരിക്കുകയും ചെയ്തു. ഇനിയിപ്പോൾ അല്ലുവിനെ കുളിപ്പിക്കാനൊക്കെ ഉണ്ട്. അവനെ കുളിപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ എല്ലാവർക്കും ലഞ്ച് കഴിക്കണം, പോകണം. അത്രയേ ഉള്ളൂ പണി. പിന്നെ നമ്മൾ പോണ വഴിക്ക് ദേവുവിനെ കൂട്ടണം. ദേവു ക്ലാസ്സിന് പോയതാണ്. അപ്പോൾ പോകുന്ന വഴിക്ക് അവൾ അവിടെ വെയിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവളെയും കൂട്ടിയിട്ട് ഞങ്ങൾ പോവേ. അപ്പം ഞാനും അല്ലും മാറ്റി കഴിഞ്ഞു. അബിയേട്ടത് റെഡി ആവുന്നു. ഒരു 3:30 ഒക്കെ ആകുമ്പോഴേക്കും അവിടെ എത്താനാണ് പറഞ്ഞത്. ഇനിയിപ്പോൾ ദേവുവിനെ അവിടെ നിന്ന് പിക്ക് ചെയ്യണം. ദേവു ക്ലാസ് പോയതാണ്. അവിടെ നിന്ന് ദേവുവിനെ പിക്ക് ചെയ്യണം. എന്നിട്ട് ഇത് നിൻ്റെ കയ്യിൽ ഇതൊന്ന് വലിക്കുക നോക്ക്. അപ്പോൾ സമയം 3 മണി. അപ്പം നമുക്കിനി ഷോറൂമിൽ നിന്ന് കാണാം. നമ്മളിതാ തറവാട്ടിലെത്തി. അബിയേട്ടൻ കാർ എടുക്കാൻ പോയിട്ടുണ്ട്. പിന്നെ ഒരു ഏട്ടൻ വരണം, തിരിച്ച് വരുമ്പോൾ കാറ് കൊണ്ടുവരണമല്ലോ. അപ്പം അവർ കാർ എടുത്ത് വരട്ടെ. ഞാൻ പോയിട്ട് കാവിൽ മണ്ണാരത്തിൽ പൈസ ഇട്ടിട്ട് വരാം. അങ്ങനത്തെ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. സത്യം പറഞ്ഞാൽ ലൈഫിൽ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ നേടാൻ പറ്റുമ്പോൾ ഒത്തിരി സന്തോഷമുണ്ട് കേട്ടോ. ലൈഫ് ഇങ്ങനെ മുന്നോട്ട് പോയാൽ ഒത്തിരി ഹാപ്പി ആയിട്ട് പോകുമായിരുന്നു. പക്ഷേ ഏതൊരു ലൈഫിലായാലും കയറ്റവും ഇറക്കവും എല്ലാം ഒരുമിച്ച് ഉണ്ടാവുമല്ലോ. എല്ലാം നമ്മൾ ഒരുപോലെ എൻജോയ് ചെയ്താൽ വലിയ കുഴപ്പമില്ലാണ്ട് അങ്ങനെ മുന്നോട്ട് പോകും കേട്ടോ. ഈ കാര്യം പറഞ്ഞപ്പോഴാണ് നമ്മുടെ മാനിഫെസ്റ്റേഷൻ്റെ കാര്യം ഓർമ്മ വന്നത്. ഇതേ നമ്മുടെ ഈ കാറിന് വേണ്ടിയിട്ടാണ് ഫസ്റ്റായിട്ട് ഞാൻ മാനിഫെസ്റ്റ് ചെയ്യാൻ തുടങ്ങിയത്. അത് ഇതേ നടന്ന് കിട്ടുകയും ചെയ്തു. ഇപ്പം ഏകദേശം വിശ്വാസമായിട്ട് വരുന്നുണ്ടാവുമല്ലേ. എനിക്ക് എന്തായാലും ഈ കാര്യത്തിൽ ഒത്തിരി വിശ്വാസമാണ്. അങ്ങനെ നമ്മൾ ദേവുവിനെ പിക്ക് ചെയ്തു. അവളിത് അരയെടുത്ത് പാലായിരുന്നു ഉണ്ടായത്. അങ്ങനെ അവളെയും കൂട്ടിയിട്ട് നമ്മൾ യാത്ര സ്റ്റാർട്ട് ചെയ്യണേ.
കുട്ടി ബിസിയാ. അങ്ങനത്തെ ഞങ്ങൾ ഫെറോക്കിലുള്ള ഷോറൂമിൽ എത്തി. അപ്പോൾ കുറച്ച് ഡിലേ ആവുമെന്ന് പറഞ്ഞതുകൊണ്ട് അവിടെ വെയിറ്റ് ചെയ്യുകയാണ് കേട്ടോ. ഈ സമയത്ത് എനിക്ക് ഓർമ്മ വരുന്നത് എന്തൊക്കെയോ ചോദിക്കുന്ന കൂട്ടത്തിൽ ഞാനൊരു തവണ അബിയേട്ടനോട് ചോദിച്ചിരുന്നു ഏറ്റവും വലിയ ആഗ്രഹം എന്താണെന്ന്. അപ്പോൾ അബിയേട്ടൻ പറഞ്ഞത് മുറ്റം നിറയെ വണ്ടി വേണമെന്നാണ് ആഗ്രഹം എന്നാണ്. മുറ്റം നിറയെ കുട്ടികൾ എന്നൊക്കെ കേട്ടിട്ടുണ്ട്. മുറ്റം നിറയെ വണ്ടി വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് എൻ്റെ ഭർത്താവ്. എന്തായാലും അബിയേട്ടൻ്റെ ആ ആഗ്രഹങ്ങളൊക്കെ സഫലമാവട്ടെ എന്ന് ഞാൻ ഈ സമയത്ത് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ പോവുക തിരിച്ചിട്ട്. പക്ഷെ ഈ ദുഷ്ട എന്നെ ഫ്രണ്ടിലൊന്നും ഇരുത്തിയില്ല. നോക്ക്, ഇതാണ് മക്കളുണ്ടായുള്ള കുഴപ്പം അല്ലേ ദേവു? അതെ, ദേവു താറിന് ബുക്ക് ചെയ്തിട്ടുണ്ട്. അതിൽ ചിലപ്പോ എന്നെ മുന്നിൽ കയറ്റിയിരിക്കും. അതെ അതെ. പക്ഷെ എനിക്ക് നമ്മുടെ ആദ്യത്തെ കാറാട്ടോ ഇഷ്ടമായത്. ഇതിൽ ബാക്കിലൊക്കെ സ്പേസ് കുറവുള്ള പോലെ. അങ്ങനെയല്ല, ഇരിക്കാൻ കംഫർട്ട് ഉണ്ട്. നല്ല കംഫർട്ട്. 5 മണിയാവാനായി. ഇനിയിപ്പോൾ ഞങ്ങൾ നേരെ വീട്ടിലേക്ക്. ഇനിയിപ്പോൾ നാളെ രാവിലെ കാവിൽ ഇനി പൂജ ഉള്ള ദിവസമേ പൂജിക്കാൻ പറ്റുള്ളൂ. പിന്നെ നാളെയോ മറ്റന്നാളോ ആയിട്ട് ഗുരുവായൂരൊന്നും പോകണമെന്ന് വിചാരിക്കുന്നുണ്ട്. പറ്റിയാൽ എന്തായാലും പോവും. പിന്നെ ഇപ്പം എന്താ, അപ്പം നാളെ ഗുരുവായൂർ പോകണില്ലെങ്കിൽ പിഷാരിയാവ് പോകാന്ന് പറഞ്ഞിട്ട് ഏതൊരു സ്ഥലത്ത് നാളെ എന്തായാലും പോവും. ഉണ്ടടി, കുട്ടിക്ക് ക്ലാസ് ഉണ്ട്. അതുകൊണ്ട് കുട്ടി വരുന്നില്ല, ഞങ്ങൾ മാത്രം പോയിക്കോളാം. പിന്നെ ഞങ്ങൾ ഇതേ അല്ലൂന് ലോട്ടറി പ്രൈസ് വേണമെന്ന് പറഞ്ഞപ്പോൾ അവിടെ നിർത്തി അതൊക്കെ കഴിക്കാൻ കയറി. പിന്നെ നല്ല തലവേദന ഉണ്ടെന്ന് പറയുന്നുണ്ട് അബിയേട്ട. അപ്പം പിന്നെ നല്ല സ്ട്രോങ് ഒരു ചായ കുടിച്ച് മുന്നിലെത്തി. നമ്മുടെ ദേവിക പോവാണ്. ദേവിക പോവല്ലേ? പക്ഷെ ഞങ്ങൾക്ക് വീണ്ടും ഇവിടേക്ക് തന്നെ വരണം. ബർത്ത്ഡേ ആണ്. ഞങ്ങൾ കേക്കൊക്കെ സർപ്രൈസ് വിചാരിക്കുന്നുണ്ട്. പിന്നെ അറിയാം ഞങ്ങൾ വരുന്നു, എന്നാലും വേണ്ടില്ല. പോവുക. ബൈ. ഇപ്പം നമ്മുടെ ആദ്യത്തെ വണ്ടി ഏതാ? മറ്റേ വണ്ടി ഇതാ. അതിൻ്റെ ചെരുപ്പല്ലേ? ഊരി വെച്ചിട്ട് പോ, കാറിൽ ഊരിയൊക്കെ. ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോവുക ഗൈസ്. പക്ഷെ കുറേ സാധനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കാണ്ട്. ഇവളിട്ട ചെരുപ്പ് എൻ്റെതാ. ഇത് എന്റെതാ. അവളിട്ടത് എന്റെതാ. ഇത് ദേവു പുതിയ വാങ്ങിയ കുർത്തി കേട്ടോ. പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പൊ ഞാൻ അങ്ങോട്ട് എടുക്കുക. ഞാനൊന്നും ഇട്ടിട്ട് പോയി. പക്ഷെ നമ്മൾ അങ്ങനെ കേട്ടോ, പാവ കുട്ടി ആദ്യമായിട്ട് ഇട്ടില്ല അല്ലേ? ഫസ്റ്റ് ഞാനല്ലോ ഇട്ട് കരിയത്തുമ്പറ പോകുമ്പോ. അതെ, ബാഗൊക്കെ എടുക്കാല്ലേ? എന്നിട്ട് എടുത്തിട്ട് പോക്കോ. ഞങ്ങൾക്ക് ഇന്ന് നീനുവിന്റെ ബർത്ത്ഡേ ഉണ്ട്. നമ്മുടെ നീനുവിന്റെ ബർത്ത്ഡേ ആണ്. അപ്പം സർപ്രൈസ് ആണ്. പക്ഷെ നീനുവിന് അറിയാം ഞങ്ങൾ ഇന്ന് വരുമെന്ന്. അതുകൊണ്ട് ഞാൻ തിരിച്ചു വെക്കണോ? വേണ്ട, പോരും ഇങ്ങോട്ട്. ബർത്ത്ഡേക്ക് പോകണ്ടേ നമുക്ക്? എത്തിക്കാൻ പോകുന്നുണ്ട്. മഴ. ദേവുവിന്റെ അമ്മനെ കാണുക. ആന്റിയെ ചൂല് മാറ്റി. ആന്റിയെ മുണ്ടൊക്കെ മടക്കി കുത്തിയത് അഴിച്ചിട്ടിട്ട് ആന്റി നിക്കുന്നുണ്ട് ഗൈസ്. പിന്നെ ചൂലും കൊണ്ടുവന്ന്. ആന്റിയെ എന്തൊക്കെയാ പിന്നെ? സുഖമല്ല? നിങ്ങൾ വണ്ടി ഉണ്ടില്ല? നോക്ക്. ആ അതന്നെ, മറ്റേത് അതെ ആന്റി അപ്പുറത്ത്. അവിടുന്ന് പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടെ പോയത് നീനുവിന്റെ വീട്ടിലേക്കാണ്. ഇന്ന് നീനുവിന്റെ ബർത്ത്ഡേ ആണ്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നല്ലോ. അപ്പൊ ഞങ്ങൾ എല്ലാവരും കൂടെ ഒരു 7 മണിക്ക് ആയപ്പോഴേക്കും നീനുവിന്റെ വീട്ടിലെത്തിയേ. ക്ലിയർ ഇല്ല. ഹാപ്പി ബർത്ത്ഡേ ടു യു. അങ്ങനെ ദേ വീട്ടിലെത്തി. സമയം ഏകദേശം 8 മണി 8:30 ആയിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ ഏകദേശം ഒരു 6 മണിക്ക് ആകുമ്പോഴേക്കും ഇവിടേക്ക് എത്തി. പിന്നെ അല്ലൂന് നാളെ സ്കൂളിൽ ജേഴ്സി ഡേ ആണ്. അപ്പം അതിന് ജേഴ്സി വാങ്ങാൻ പോയി. പിന്നെ നീനുവിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പം അതിന് പോയി. അങ്ങനെ പിന്നെ കുറച്ച് നേരം സംസാരിച്ചിരുന്നു. പിന്നെ അങ്ങനെ ഇനി അബിയേട്ടൻ ഏട്ടന്മാരെ കൂടെ ഉണ്ട്. ഞങ്ങൾ പിന്നെ ഇവിടേക്ക് വന്നു. അപ്പോൾ പിന്നെന്താ, ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇത്രയൊക്കെ തന്നെയുള്ളൂ. എന്തായാലും ഒത്തിരി ഹാപ്പിയാണ്.
പിന്നെന്താ അപ്പം വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോ ഇനി വെറുതെ വലിച്ചു നീട്ടുണ്ട്. അപ്പം ഞാൻ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യട്ടെ. അപ്പോൾ വീഡിയോസ് എല്ലാവർക്കും ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കൂടെ കൂടാൻ മറക്കരുത്. നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. അപ്പോൾ ഓക്കെ, ബൈ.